നമ്മളിപ്പോ തെക്കേ നാലുവഴി എത്തി കേട്ടോ. തെക്കേ നാലുവഴി KMK ഹോസ്പിറ്റൽ. അരണമരങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് KMK ഹോസ്പിറ്റൽ. അത് KMK ഹോസ്പിറ്റലാണ് കാണുന്നത്. ഇവിടെ നിന്ന് നമ്മളിപ്പോ ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചെറായി, നേരെ പോയി കഴിഞ്ഞാല് പറവൂര്, നേരെ പോയിട്ട് റൈറ്റ് കട്ട് ചെയ്താല് പറവൂര്, സ്ട്രേറ്റ് പോയി കഴിഞ്ഞാല് മൂത്തകുന്നം കൊടുങ്ങല്ലൂര്. മൂത്തകുന്നം കൊടുങ്ങല്ലൂര് അല്ല, അവിടെ ചെന്നിട്ട് പറവൂർ ടൗൺ ഹാളിന്റെ അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്താൽ പറവൂർ ടൗണിലെത്താം. ഇതാണ് തെക്കേ നാല് വഴി. ഇവിടെ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത് പറവൂര് KSRTC സ്റ്റാൻഡ്. ഈ സൈഡിലേക്ക് കയറി പോകുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് പള്ളി അവിടെ അല്ലേ? എവിടെ? കൊടുങ്ങല്ലൂർ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. മുസ്ലിം പള്ളി ഉണ്ടല്ലോ, അത് ചേരമാൻ വരുന്നത് കൊടുങ്ങല്ലൂര്. രണ്ടും സെയിം തന്നെയാണ്. ഓൾ ഇന്ത്യയുടെ കൊടുങ്ങല്ലൂര് മുസ്ലിം പള്ളി, ഫസ്റ്റ് ക്രിസ്ത്യൻ പള്ളി. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ ചെറായിക്ക് പോയാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ദിനേശ് നല്ലൊരു സൈറ്റ് സീയിങ് ഉണ്ട് കേട്ടോ. കണ്ടിട്ടുണ്ട്. എന്താണ് അവിടുത്തെ വിശേഷം? എന്താ? അപ്പുറം ഇപ്പുറം അങ്ങനെ തുറസമായ കെട്ടുകളാണ്. അത് കായലല്ല ശരിക്കും. വെൽക്കം ടു ചെറായി. ഈ സ്ഥലത്തിന്റെ പേരെന്തെന്നാ? പെരുമ്പടന്ന. ഇതിനെന്തെന്നാ പറയാ? മണ്ണിയറ. അത് കല്ലിയറ. മണ്ണിയറ. പെരുമ്പടന്ന റോഡാണല്ലേ. കല്ലുചിറ, മണ്ണുചിറ, പെരുമ്പടന്ന റോഡ്. ഇത് കംപ്ലീറ്റ് കെട്ടുകളാണ്. ഇവിടെ നിറയെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേര് ഇങ്ങനെ കാറ്റ് കൊള്ളാനും ഇങ്ങനെ സമയം ചെലവഴിക്കാനൊക്കെ എത്തുന്നൊരു സ്ഥലമാണ്. സന്ധ്യാവുന്നതോടെ ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം അങ്ങോട്ട് കൂടും. ഇപ്പൊ നമ്മള് ചെറായി ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുക. ചെറായി ജംഗ്ഷൻ. അപ്പൊ ചെറായി ജംഗ്ഷനിൽ ചെന്നിട്ട് നമുക്ക് റൈറ്റ് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് ബീച്ചിലേക്ക് പോവാം. എന്ന് വെച്ചാൽ മെയിൻ ബീച്ചിലേക്ക്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കുഴിപ്പള്ളി പള്ളത്താങ്കുളങ്ങര വളവിൽ ചെന്നിട്ട് അവിടുന്ന് ഒരു വഴിയുണ്ട്. എന്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് അല്ല, അവിടെ പോയി തിരിച്ചു വരണം, അല്ലെ തിരിച്ചു വന്ന വഴി അവിടെ കയറണം. കൂട്ടുകാരന്റെ ഹോട്ടൽ എവിടെയാണ്? ഈ ശരിക്കുള്ള റൂട്ടിലായിരിക്കും. അത് റൈറ്റിലായിരിക്കും. മറ്റേത് ഇന്റീരിയർ വഴി പോണെങ്കിൽ നമ്മള് ലെഫ്റ്റ് പിന്നെ പോവാം. അപ്പൊ നമ്മള് റൈറ്റ് എടുത്ത് പോയാണ്. അപ്പൊ താങ്കളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി, ദിനേശിയുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് റൈറ്റ് എടുത്ത് പോയാണ്. നമ്മള് ചെറായി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് ചെറായി ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീ ലഗൂൺ ആണ് റിസോർട്ടിന്റെ പേര്. അത് ആ വഴിയിലല്ലേ? അങ്ങോട്ട് പോകുന്ന വഴിയിലല്ലേ ഇത്? ഏത്? ഈ റോട്ടിലാണ്. അപ്പൊ ബീച്ചിലേക്ക് പോകണ്ട. ഓക്കെ 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 ഓക്കെ. ചെറിയ നേരെ പോണേ.
ബീച്ച് ഇങ്ങോട്ടാ. അതെ അതെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടോ മെയിൻ റോഡിൽ നിന്ന് മുനമ്പം റോഡിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറായി ബീച്ചിലേക്ക് കയറിയത്, ബീച്ച് റോഡിലേക്ക് കയറിയേക്കാം കേട്ടോ. ഇത് ചെറായി ബീച്ച് റോഡാ. നല്ല തിരക്കുണ്ടല്ലോ, വന്നു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ചെറായി ബീച്ച് റിസോർട്ട് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഓഫീസിന്റെ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അല്ല, ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ റിസോർട്ടുകളുണ്ട്, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഫിഷിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടല്ലോ അവിടെ ചെയ്യുന്നത്. പ്രാവശ്യം ടോണിയുടെ എന്തോ പരിപാടി ഇവിടെ അവിടെയോ? ടോണിയുടെ ഒരു പരിപാടി മറ്റേ ഹയാത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നല്ല തിരക്കാണ് ബീച്ചിൽ, നല്ല തിരക്കാണ്. വൈകുന്നേരം വഴി ചൂടായ കാരണം ആൾക്കാർ കുളിക്കാനും, പിന്നെ വെക്കേഷനല്ലേ, ആ വെക്കേഷനായിട്ട് കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ടാണല്ലോ വെള്ളത്തിൽ കളി. അതിന് വേണ്ടിയൊക്കെ വരും. പട്ടം കൊണ്ടുവന്നില്ലല്ലേ? പട്ടം ഇല്ല, ഞാൻ വീട്ടിൽ നോക്കി. അത് മോന് ഞാൻ പറഞ്ഞില്ല, ഒരു തവണ അവൻ എവിടെയോ പോകുന്ന സമയത്ത് അവനത് എടുത്തോണ്ട് പോയി, പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. ലാസ്റ്റ് ടൈം ഞാൻ എടുത്ത പട്ടം ഭയങ്കര ദൂരം അത് പോയിട്ട്, പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ലേ, വാഗമണ്ണിൽ പോയപ്പോ വാങ്ങിച്ചതല്ലേ. അത് നല്ല ഡ്യൂറബിൾ ആണ്. അപ്പൊ നമ്മള് ബീച്ച് എടുത്തോണ്ടിരിക്കുക കേട്ടോ. ആ പറഞ്ഞോ. ആ വീടെത്തിയാ? ആ ഓക്കെ ഓക്കെ. ഞാൻ കട്ട് ചെയ്യാണ്, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കും. ഓ, ബീച്ച് സമീപിച്ച്, ഇത് ബീച്ചിനടുത്തുള്ള രണ്ട് സൈഡും ഇങ്ങനെ വൈഫിന് അറിയില്ലല്ലോ ഇവിടെ നമ്മളിത് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുള്ളത്. വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാനുള്ള സ്വാഭാവികമായിട്ട്. ചൂണ്ടക്കാരുടെ ലഹളകളിലും ചൂണ്ടക്കാരൻ നമ്മൾ ബീച്ചെത്തി. ലെഫ്റ്റ് എടുത്താൽ ചെറിയ ബീച്ച് റിസോർട്ടാണ്. നമ്മൾ പോകുന്ന റൈറ്റ് എടുത്തിട്ട് സീ ലഗൂണിലോട്ടാണ് പോകുന്നത്. റൈറ്റ് പട്ടം കൊണ്ട് മരം കഴിഞ്ഞിട്ട് ഫുള്ള് പ്രൈവറ്റ് ബീച്ചിലാണ് ഇറങ്ങാൻ പോകുന്നത്. പ്രൈവറ്റ് ബീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ പബ്ലിക്കിന് ഇതുണ്ടാവൂലല്ലേ, ആ റിസോർട്ടുകാരുടെ മാത്രം. നല്ല തിരക്കാ, വാഹനങ്ങളൊക്കെ. ചെറിയ നമ്മൾ വന്നിട്ടില്ലായിരുന്നല്ലോ അല്ലേ? ചെറായാലും ഞങ്ങളൊക്കെ ഫാമിലി ആയിട്ട് വരാറുള്ളതാണ്. വൈകുന്നേരം മറ്റേ ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ പിന്നെ ഷീറ്റും വിരിച്ചിരുന്ന് അതിൻ്റെ മുകളിലിരുന്ന് പിള്ളേരും എല്ലാവരും കൂടി ഫുഡൊക്കെ അടിച്ച് ഫാമിലിയായിട്ട്, പെങ്ങളും എല്ലാവരും, പിന്നെ അളിയൻസ് പുറത്തുനിന്ന് വരുമ്പോൾ അവരുമായിട്ടൊക്കെ വരാറുണ്ട്. പിള്ളേർക്ക് ഇതൊരു ഭയങ്കര ലഹരിയാണ്. പണ്ട് ഇപ്പം ഉണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മളിങ്ങനെ വരുമ്പോൾ കുഴിഞ്ഞണ്ടുകളെ, ഇതിനകത്ത് ഈ കടൽ തീരത്ത് കുഴിഞ്ഞണ്ടുകൾ, ചെറിയ ചെറിയ ഞണ്ടുകൾ ഓടി നടക്കും. അപ്പം അതിൻ്റെ പുറകെ പിള്ളേർക്ക് ഇതിനെ പിടിക്കാൻ വേണ്ടി ഓടി നടക്കണമെന്ന് ഒറ്റത്തിന് കിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ പിടിക്കാൻ വേണ്ടി ഓടി നടക്കണവര് ഭയങ്കര രസമാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. അറേബ്യൻ അറേബ്യൻ ആരോണല്ല, അറേബ്യൻ ബ്ലൂ ലഗൂൺ. നോക്കട്ടെ, മൊത്തം പറയാനുള്ള ഇവിടെ ഈ ബാറിനെ പിന്നെ ഈ ആണോ ഏതാണ്? സോറി, സീ ലഗൂൺ. ബാക്ക് എടുത്തു സ്ലോലി ബാക്ക് എടുത്തു. ബ്ലൂ ലഗൂൺ അല്ല, സീ ലഗൂൺ. അപ്പൊ നിരസ് ഇതാണ് ഫ്രണ്ടിന്റെ റിസോർട്ട് അല്ലേ? സീ ലഗൂൺ. സീ ലഗൂൺ ഓഫീസിന്റെ ഒരുപാട് ഇവരുടെ ബീച്ച്, പ്രൈവറ്റ് ബീച്ച്, ആ ബീച്ച് അത് ഇവരുടെ തന്നെയാണോ? ഇവിടുന്ന് ഗ്രൂപ്പായിട്ട് നമ്മൾ വന്നിട്ട് ഇവിടെ താമസിച്ച് കോൺഫറൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയാണ് നമുക്ക് ബീച്ചില് ഇതിന് വേണ്ടി പോകും. ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്യും അല്ലേ? അത് ഫുഡ് കോക്ടെയിലൊക്കെ നമ്മൾ കൊണ്ടുവരണം. സീ ലഗൂൺ ഹെൽത്ത് റിസോർട്ട്. ഇതിവിടെ പുറകില് മറ്റേ ബാഗ് ഇതുണ്ടല്ലേ, കെട്ടുകള്.
ഫോട്ടോ ഒന്നും കിട്ടില്ല, ഇത് ജസ്റ്റ് ഒന്ന് സ്നാപ്പ്. സൂര്യൻ ഏകദേശം അസ്തമിക്കാൻ തുടങ്ങി അല്ലേ? ഒരു അരമണിക്കൂറത്തെ അരമണിക്കൂറിനകത്ത് ഇതൊക്കെ സംഗതി താഴത്തേക്ക് ഇറങ്ങും. നല്ല കാഴ്ചയായിരിക്കും. ഒരുപാട് ആൾക്കാർ ചേച്ചി അവിടെ എന്തൊക്കെയോ കുഴച്ചോണ്ടിരിക്കുകയാണ് കാര്യം. ഇത് ബജ്ജി ബജ്ജി ബജ്ജിയല്ല, അത് കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കുന്ന ബജ്ജിയാ അല്ലേ? കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കുന്ന ബജ്ജിയല്ല അത്? ശരിയായിക്കൊണ്ടിരിക്കുക. റെഡിയാക്കി റെഡി. വലിയാള 1 കിലോ 150 വലിയ ചാള.
അപ്പോൾ നമ്മൾ ചെറായി ബീച്ചൊക്കെ ഒരുവിധം കണ്ടു അല്ലേ? അസാധ്യമായ തിരക്കെന്ന് പറഞ്ഞാൽ അസാധ്യ തിരക്ക്. കുളിക്കാൻ പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര ജനത്തിന് മുട്ടിട്ട് നടക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ നമുക്ക് ചെറായി നമ്മൾ തിരിച്ചു പോവാം. നമുക്കൊരു പണിയാണ്. കുഴപ്പള്ളി വഴി വന്നപ്പോൾ വരാൻ പറ്റിയില്ലല്ലോ. കുഴപ്പള്ളിയിൽ എന്താണെന്ന് അറിയാം? കുഴപ്പള്ളി വഴി പോകുമ്പോൾ ആ ബാക്ക് സൈഡിൽ നമ്മളുടെ കെട്ടുകളിൽ ചെമ്മീൻ കെട്ടുകളും ഫിഷ് ഫാംസ് അതിൻ്റെ നടുക്ക് കൂടിയുള്ള റോഡിൽ കൂടിയാണ് തിരിച്ചുള്ള യാത്ര. ഞാൻ വിചാരിക്കുന്നു അത് സൂപ്പറായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ട്രിപ്പ് ഇപ്പോൾ വളക്കണ്ട, ലെഫ്റ്റ് കട്ട് ചെയ്യണ്ട, നമ്മൾ നേരെ ഈ റോഡിൽ കൂടി നേരെ പോകുന്നു. നോക്കിയേ ഉണക്ക ചെമ്മീൻ്റെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ചെറായി ബീച്ച് എന്ന് വെച്ചാൽ മനുഷ്യന് നിന്ന് തിരിയാൻ സ്ഥലമില്ല. ചെറായി ബീച്ച് മൊത്തം ജനം തെങ്ങി നിറഞ്ഞ് നടക്കുക. അപ്പോൾ നമ്മൾ ഇതിലെ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത്. നമ്മൾ ലെഫ്റ്റ് തിരിയുന്നില്ല, നേരെ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കുഴുപ്പള്ളി വഴിയാണ് നമ്മൾ. അവിടെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ, കുഴുപ്പള്ളി പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നൊരു ബീച്ച് ഉണ്ട്. നോക്ക് സ്ലോയില് മെതുവ. ഇത് ബീച്ച് വാലി റിസോർട്ട്. ഹോട്ടലുകൾ ഒരുപാടുണ്ടല്ലോ ഇവിടെ. നമുക്ക് ചെറിയ ബീച്ച് റിസോർട്ട് ഉണ്ട്, അതിൽ വലിയ പ്രോപ്പർട്ടിയാണ്. ബീച്ച് വാലി റിസോർട്ട് പോലീസ് ഔട്ട് പോസ്റ്റ് ആണ് കേട്ടോ. അല്ല, ഇത് കഴിഞ്ഞിട്ട് അത് പോലീസ് ചെറായി പോലീസ് സ്റ്റേഷനാണത്. പോലീസ് ഔട്ട് പോസ്റ്റ് ആണ്, സ്റ്റേഷനല്ല. ഇത് ചെറിയ ബീച്ച്. ഇത് ക്ലബ് മഹീന്ദ്രയുടെ ക്ലബ് മഹീന്ദ്രയുടെ പ്രോപ്പർട്ടിയാണ്. കാണുമ്പോൾ പറഞ്ഞൂടെ? ക്ലബ് മഹീന്ദ്രയുടെ നല്ല പ്രോപ്പർട്ടി ടൂറിസ്റ്റ്. അത് കാണുമ്പോൾ അറിയാലോ, ബിൽഡിങ്ങിന്റെ സെറ്റപ്പ് ഉണ്ടല്ലോ. ഓക്കെ, ഇതിനകത്ത് ടൈപ്പ് ഉണ്ട്, നമുക്ക് ചെയ്യാം. ചെറായി ബീച്ച് റിസോർട്ട്. ഇതുണ്ടല്ലോ കേട്ടണ്ട ഈ പ്രോപ്പർട്ടി ക്ലബ് മഹീന്ദ്രയുടെ അല്ല. ഇതിനകത്തും നമുക്ക് ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ചെറായി ബീച്ച് റിസോർട്ട്. കേട്ടോ, ചെറായി ബീച്ചിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ചെറായിൽ കയറാതെ സ്ട്രെയിറ്റ് എങ്ങോട്ട് പോവുക? കുഴുപ്പള്ളി ബീച്ച് വഴി ആ റോഡ് വഴി കറങ്ങി പള്ളത്താങ്കുളങ്ങര വളവിൽ എത്തണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി റോഡെങ്ങാൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വൈപ്പിൽ തന്നെ വേറെ ഏതെങ്കിലും ജംഗ്ഷനിൽ ചെന്ന് കയറും. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ പുറപ്പെട്ട സ്ഥലം കളമശ്ശേരിക്കത്ത്. കുഴപ്പമില്ല, കളമശ്ശേരി. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതേ തികച്ചും വ്യത്യസ്തമായി സാധാരണ ചെറായിലൊക്കെ വന്ന് പോകുന്നൊരു വഴിയല്ല ഇത്. നമ്മൾ മിക്കവാറും അല്ലേ ജിനോയ്ക്ക് ഇതിനു മുമ്പ് ചെറായിക്ക് വന്നത് മറ്റേ വഴി കൂടിയാണ്. ഇതേ ചന്ദ്രൻ വന്നിട്ടോ ആകാശത്ത്, ചന്ദ്രമാമൻ ആകാശത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ സൂര്യൻ ചേട്ടൻ കടലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും നമ്മൾ പോകുന്ന കഴിഞ്ഞപ്പോൾ. അതിൻ്റെ അവസാനം സീൻ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കാഴ്ച ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞാൽ നമുക്ക് ഇതൊരു രസമല്ലേ ഇത് അല്ലേ? നല്ല രസികൻ ട്രിപ്പാണിത്. അപ്പോൾ ഇത് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുഴുപ്പള്ളി വഴി ഇങ്ങോട്ട് പോരാ. അത് 2.5 കിലോമീറ്ററാണ്. ആ ബീച്ച് നമ്മൾ തിരിഞ്ഞില്ലേ, അവിടെ നിന്ന് ഇവിടത്തോളം വരെ 2.5 കിലോമീറ്ററാണ്. മീൻ പിടിക്കുക, വൈകിട്ട് മീൻ പിടിക്കുന്നത് നല്ല കാഴ്ച. ഇവിടുത്തെ ലോക്കൽസ്
എന്ത് നല്ല രസമാണ് കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, മനസ്സിലായി? അല്ല അതിലെ തിരിച്ചു വന്നിട്ടുണ്ടാവുമോ? ചെറിയ നോർമൽ റൂട്ടിൽ പോയി ഇത് കാണാൻ പറ്റുമോ? ഇല്ല. അതാണ് ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഓക്കെ, നാളത്തെ റിസോർട്ട് ഏരിയ അതെന്താ സംശയം? ഓൾറെഡി അവൻ മണ്ണടിച്ച് നിർത്തിയിട്ടുണ്ട്. കണ്ടോ, കണ്ണുത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ജലാശയങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു ലഹരി എന്ന് പറയുന്നത് അതാ. ഇതിന് മുകളിൽ ഇതാണോ ലില്ലിയുടെ ഇതാണോ? ലോട്ടസ് ലില്ലി അല്ല. അല്ല ചെളിയാണ്. ചെളിയാണ്. ഇവിടെ അത് ഉണ്ടാവില്ല. ഇത് ഉപ്പുവെള്ളമാണ്, അതിനകത്ത് ലോട്ടസ് പിടിക്കില്ല. ഇവിടെ പിടിക്കണ കണ്ടൽ ചെടികൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബാക്ക് വാട്ടറിൽ കൂടി ആ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചെറായിയിൽ പള്ളത്താങ്കുളങ്ങര വളവിൽ ചെന്ന് കയറും. അവിടെ നമുക്ക് ഏത് വഴി പോകണം? ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ? അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ കേട്ടോ ആ കടലിൽ അതിൻ്റെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ബാക്ക് വാട്ടറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരുവിധം ആ റെസിഡൻഷ്യൽ പിന്നെ ഈ പറഞ്ഞ ഒരു ചെമ്മീൻ ഷെഡുകൾ പീലിംഗ് ഷെഡുകളൊക്കെ ഉള്ള ഏരിയയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. ഇതോടുകൂടി ഇവിടുത്തെ ഈ ബാക്ക് വാട്ടറിൻ്റെ കാഴ്ച ഏകദേശം തീരും. ബീച്ചിൻ്റെ അതില്ല അല്ലേ? ആ ബീച്ചിൻ്റെ ഇനി അങ്ങോട്ട് ചെല്ലും തോറും ശരിക്ക് പിന്നെ റെസിഡൻഷ്യൽ ഏരിയ, പിന്നെ ഇവിടെ ഒരുപാട് ചെമ്മീക്കെട്ടുകൾ, ഈ ഫിഷ് സംസ്കരിക്കുന്ന കേന്ദ്രങ്ങൾ ഒക്കെ ഉണ്ട്. അതായത് വലിയ കൊക്ക് വന്നിരിക്കുന്ന നോക്കി അവിടെ. അത് മൈഗ്രേറ്ററി ബേർഡ്സാണ്. ഇപ്പം മെയ് ജൂൺ ആകുമ്പോഴേ അത് മൈഗ്രേറ്ററി ബേർഡ്സ് എല്ലാം വന്നിട്ട് നമ്മുടെ ഇങ്ങോട്ട് വരും. ഇവിടെയും പിന്നെ കാലിക്കറ്റ് ഉണ്ടല്ലോ, കോഴിക്കോട്, ബേപ്പൂർ. ഇപ്പോൾ നമ്മൾ പള്ളത്താങ്കുളങ്ങര നമ്മൾ പറഞ്ഞ വളവിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നോക്കിക്കോട്ടാ, ഇതിൽ തിരിഞ്ഞ് അപ്പോൾ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കേട്ടോ, പയ്യെ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ കൂടി കറങ്ങി വേണം അപ്പുറത്തേക്ക് നിന്ന് കയറാൻ. ഇതൊരു വളവാണ്. അത് പള്ളത്താങ്കുളങ്ങര അമ്പലമാണ് കാണുന്നത് കേട്ടോ. അതാണ് പള്ളത്താങ്കുളങ്ങര അമ്പലം. നമ്മൾക്ക് എങ്ങനെ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ? ഇതിൽ പോയാൽ വൈപ്പിൻ വഴി പോകാം, ഗോശ്രീ പാലം വഴി. ഇതിലെ പോയാൽ നമ്മൾ വന്ന വഴി പോകാം. അത് അമ്പലം, പള്ളത്താങ്കുളങ്ങര അമ്പലം. കൊച്ചിൻ ദേവസ്വം ബോർഡ് കുഴുപ്പള്ളി ശ്രീ മഹാദേവ ടെമ്പിൾ. ഇത് പള്ളത്താങ്കുളങ്ങര അമ്പലം. അതിന് മുമ്പിലുള്ള പന വെട്ടിപ്പോയിട്ടാ. മുമ്പിലൊരു വലിയ പന ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി. ആ പനയിലാണ് ഇത് പള്ളത്താങ്കുളങ്ങര അമ്പലം കേട്ടോ. അവസാനം ഇത് വൺ വേ ഒന്നുമല്ല, ഇത് വൈപ്പിൻ മുനമ്പൻ റോഡാണിത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറായിൽ നിന്ന് തിരിച്ച് കുഴിപ്പള്ളി ബീച്ചിൽ നിന്ന് തിരിഞ്ഞ് പള്ളത്താങ്കുളങ്ങര വളവിൽ അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ ചെറായി ബീച്ച് യാത്ര ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ വൈപ്പിനിലേക്ക് തിരിച്ച് വൈപ്പിനിലേക്ക് യാത്ര തുടരുകയാണ്.